സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് ഇറാനിൽ നടക്കുന്ന പ്രതിഷേധങ്ങളിൽ 35ഓളം പേർ മരിച്ചതായി കണക്കുകൾ. 1200-ലധികം പേരെ അധികൃതർ കസ്റ്റഡിയിലെടുത്തതായി വിദേശത്തുള്ള ആക്ടിവിസ്റ്റുകൾ പറയുകയാണ്. ഇറാനിൽ ഇന്നലെയും പ്രതിഷേധക്കാരും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഉണ്ടായി. ഇറാനിയൻ റിയാലിന്റെ മൂല്യം റെക്കോർഡ് താഴ്ചയിലാണ് ഇപ്പോൾ വ്യാപാരം നടത്തുന്നത്. മിഥുൻ MG ആണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ചേരുന്നത്. വെനസ്വേലയ്ക്ക് പിന്നാലെ ഇപ്പോൾ ലോകരാഷ്ട്രങ്ങളെല്ലാം ഇറാനിലേക്ക് ഉറ്റുനോക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവിടെയാണല്ലോ ഈ പ്രതിസന്ധി അതിരൂക്ഷമാകുന്നു എന്ന സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. മിഥുൻ, ഇതിൽ ഒരു പരിഹാര നീക്കങ്ങൾ ഏതെങ്കിലും കോണുകളിൽ നിന്ന് നടക്കുന്നുണ്ടോ? എന്താണിപ്പോൾ ഇറാനിൽ സംഭവിക്കുന്നത്? അഭിലാഷ്, രണ്ട് കാര്യങ്ങളുണ്ട്. അതായത് രണ്ട് കാര്യങ്ങളിൽ ചില ആശങ്കകളാണ് ഇറാനെ സംബന്ധിച്ച് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതിലൊന്ന് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ ആഭ്യന്തര കലാപം അത് വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയും അത് കൂടുതൽ പ്രവിശ്യയിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അതായത് ആദ്യഘട്ടങ്ങളിലൊക്കെ രണ്ടിടങ്ങളിൽ മാത്രമായിരുന്നു, അതായത് ടെഹ്റാനിലും മറ്റ് കുറച്ചിടങ്ങളിലും മാത്രമായിരുന്നു ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ 10-ാം ദിവസങ്ങളിലേക്ക് കടന്നപ്പോൾ അത് 27 പ്രവിശ്യയിലേക്കായി നീങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇറാനെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. 31 പ്രവിശ്യയിൽ 27ഇടത്തും സമാനമായ രീതിയിലുള്ള ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട്. പ്രതിഷേധക്കാരും ഒപ്പം തന്നെ ഈ സേനയുമായി നടത്തുന്ന ഈ ഏറ്റുമുട്ടലിൽ ഇതിനോടകം 35 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഏറ്റവും കൂടുതൽ പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടുള്ള ഔദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. അതിൽ IRGC കോഴ്സിന്റെ ഭാഗമായിട്ടുള്ള 4 ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയാണ് മരണപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നത്. ഇക്കാര്യത്തിൽ ഈ ഒരു പ്രശ്നപരിഹാരം അല്ലെങ്കിൽ ഈ ഒരു പ്രതിസന്ധി അയവ് വരുത്തുന്നതിന് വേണ്ടി അതിനൊരു ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇറാന്റെ ഭാഗത്ത് നിന്ന്, ഖമേനി ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഒരു ചർച്ചയിലേക്ക് കടക്കാൻ ഇതുവരെയും സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധിയായിട്ട് നിലനിൽക്കുന്നത്. അതായത് ആരുമായി ചർച്ച നടത്തും, ആരുമായി ഈ കാര്യങ്ങൾ സംസാരിച്ച് ഒത്തുതീർപ്പിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത ഇപ്പോഴും കൈവന്നിട്ടില്ല എന്നുള്ളതാണ് വലിയ പ്രതിസന്ധിയായി നിലനിൽക്കുന്നത്. മറ്റൊന്ന്, ഇതിനിടെ അമേരിക്കയുടെ ഒരു ഭീഷണി, അതായത് അടുത്തിടെ വെനസ്വേലയിലുണ്ടായ ഒരു സൈനിക നടപടി അത് ഇവിടെയും ഉണ്ടാകുമോ എന്നുള്ളൊരു ഭയം ഇറാനെ സംബന്ധിച്ചുണ്ട്. മറ്റൊന്ന്, സൈനിക അട്ടിമറിയിലൂടെ ഭരണം വീണ്ടും അമേരിക്കയുടെ നിയന്ത്രണത്തിൽ അമേരിക്ക മുന്നോട്ട് വെക്കുന്ന ഒരു സർക്കാരിൻ്റെ കീഴിലേക്ക് വരുമോ എന്നുള്ള ചില ആശങ്കകളും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാകുമോ, അല്ലെങ്കിൽ ആ നടപടികളെ അങ്ങനെയുള്ള ഒരു നടപടി ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ഖമേനി ഭരണകൂടം ചർച്ച ചെയ്ത് വരികയാണ്. അതിനിടയിലായിരുന്നു ചില അഭ്യൂഹങ്ങൾ നിലനിന്നത്. അതായത് രൂക്ഷമായ പ്രതിസന്ധി അതിങ്ങനെ തുടർന്നു പോകുന്നു, ഈ പ്രതിഷേധക്കാരെ അനുനയിപ്പിക്കാനാകാത്ത ഒരു സ്ഥിതിവിശേഷം, രൂപയുടെ അവിടുത്തെ ഈ ഇറാൻ കറൻസിയുടെ മൂല്യം അത് വളരെ താഴ്ന്ന നിലയിൽ അത്രത്തോളം തകർച്ചയിലേക്ക് ചരിത്രത്തിലൊന്നും കണ്ടെത്തില്ലാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തി ഈ പ്രതിഷേധം അവസാനിപ്പിക്കാനുള്ള ഒരു സാധ്യത ഈ ഒരു അടുത്തുള്ള ദിവസങ്ങളിൽ പോലും കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം ഇതിനു മുമ്പ് 2015-ലായിരുന്നു ഏറ്റവും ഒടുവിൽ ഇത്രയും അധികം ഒരു മൂല്യത്തകർച്ച അവിടുത്തെ കറൻസിക്ക് മേലുണ്ടാകുന്നത്. പക്ഷേ അതിലും ഇരട്ടിയിലധികം തകർച്ചയിലേക്കാണ് ഇപ്പോൾ അവിടുത്തെ ഈ കറൻസിയുടെ മൂല്യം കൂപ്പുകുത്തുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കുക എന്നുള്ള വലിയ വെല്ലുവിളി ഇറാൻ ഭരണകൂടത്തിന് മുമ്പിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ ആശങ്ക, അതായത് അമേരിക്കയുടെ ഈ ഒരു ത്രെട്ടനിങ് അത് എങ്ങനെ പരിഹരിക്കാനാവും? ഈ ഒരു സാഹചര്യത്തിൽ ഖമേനിയും കുടുംബവും, അതായത് 20-അംഗ കുടുംബം ഇത്തരത്തിൽ റഷ്യയിലേക്ക് അഭയം പ്രാപിക്കുന്നു എന്നുള്ള അടക്കമുള്ള ചില സൂചനകൾ പുറത്തൊക്കെ വന്നിരുന്നു. അതിപ്പോൾ പൂർണ്ണമായും ഇറാൻ ഭരണകൂടം തള്ളിക്കൊണ്ട് രംഗത്ത് വരികയാണ്. അങ്ങനെ ഒരു സാഹചര്യമില്ല. അതായത് 12 ദിവസം നീണ്ടുനിന്ന ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിൽ ആ വേളയിൽ പോലും ഖമേനി രാജ്യം വിട്ടിരുന്നില്ലായിരുന്നു. കൃത്യമായി ഭരണം ഏകോപിപ്പിക്കുകയും ഒപ്പം തന്നെ ഇതിന് തിരിച്ചടി നൽകുകയും ചെയ്തതാണ്. അപ്പോൾ പോലും ഇല്ലാത്ത ആശങ്ക ഇപ്പോഴില്ല. അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ തരത്തിലുള്ള വാർത്തകൾ ശരിയല്ല. അത് ശത്രു രാജ്യങ്ങൾ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്തകളാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലവിൽ ഇറാനെ സംബന്ധിച്ചില്ല എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്, ചില വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഈ ഒരു ഘട്ടത്തിൽ ഖമേനി രാജ്യം വിട്ടു പോയാൽ അത് വലിയ രീതിയിൽ തിരിച്ചടിയാകാൻ പോകുന്നത് ഇറാൻ ഭരണകൂടത്തിന് തന്നെയാണ്. ഖമേനി ഭരണകൂടം നിലംപതിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യും. എളുപ്പത്തിൽ ഭരണം അട്ടിമറിക്കാൻ
ട്രംപിനെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. ട്രംപിന് അനുകൂലമായിട്ടുള്ള ഒരു ഭരണസമിതി ഒരു ഭരണം അവിടെ ഉറപ്പിക്കാനും സാധിക്കുകയും ചെയ്യും. ആ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് ഖമനേയി എത്തിയിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൂടി ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഇറാനെ സംബന്ധിച്ച് വളരെ ആശങ്കയുയർത്തുന്ന വളരെ പ്രതിസന്ധിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ ഈ പ്രതിസന്ധികൾ, ഒരു വശത്ത് അമേരിക്കയുടെ ഒരു ആക്രമണം ഉണ്ടാകുമെന്നുള്ള ഭയം, ഭരണം അട്ടിമറിക്കപ്പെടുമോ എന്നുള്ള ആ ഒരു ഭയം, ഒപ്പം തന്നെ ഈ പ്രതിച്ഛായ വീണ്ടെടുത്തുകൊണ്ട് ജനങ്ങളെ സംയോജിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ വീണ്ടും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ പ്രതിസന്ധി എങ്ങനെ മറികടക്കാമെന്നുള്ള വലിയ വെല്ലുവിളി നിലനിൽക്കുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ജനങ്ങൾ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഖമനേയി ഭരണകൂടത്തിന് തങ്ങൾ വിശ്വാസമില്ല. മുൻകാലങ്ങളിലുമൊക്കെ ഉണ്ടായതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് രാജ്യം പോയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കണമെങ്കിൽ അധിക തുക നൽകണം. അതായത് നിലവിൽ നൽകിക്കൊണ്ടിരുന്ന തുകയേക്കാൾ 80-100% ഇപ്പോൾ വർദ്ധിക്കുന്നു. അതായത് ഈ പറയുന്ന തുകയുടെ ഇരട്ടിയുടെ ഇരട്ടി നൽകി വേണം ഞങ്ങൾക്ക് ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ, മരുന്നുകൾ വാങ്ങാനുള്ള സാഹചര്യം ആ രീതിയിലൊക്കെ നിൽക്കുന്നു. ഈ ഭക്ഷണ സാധനങ്ങളൊക്കെ കിട്ടാനില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ എങ്ങനെ ഈ ഭരണത്തിൽ വിശ്വസിച്ച് തങ്ങൾ മുന്നോട്ട് പോകുമെന്നുള്ളതാണ് ഈ പ്രതിഷേധക്കാർ ഉയർത്തുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഖമനേയി ഭരണകൂടം താഴെ വീഴണം, പുറത്തേക്ക് പോകണം, പണ്ടത്തെ പെഹ്ലവി ഭരണകൂടം തിരികെ എത്തണമെന്നുള്ള ചില ആവശ്യങ്ങളും ചില പ്രതിഷേധക്കാർ ഉയർത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. എന്തായാലും നിലവിൽ 80% ഇറാനിലെ ജനത ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കുർദിഷ് മേഖലയിലാണ് ഏറ്റവും കൂടുതൽ ആക്രമണം ശക്തമായിരിക്കുന്നത്. ഈ കുർദിഷ് പ്രവിശ്യയിലുള്ള ആ വിഭാഗക്കാർ നേരത്തെ തന്നെ നമുക്കറിയാം ഖമനേയിയുടെ ഈ ഒരു ഭരണത്തിനും ഒപ്പം തന്നെ ഖമനേയിയുടെ നയങ്ങൾക്കുമൊക്കെ എതിരെ പല ഘട്ടങ്ങളിലുമൊക്കെ രംഗത്ത് വന്നതായിരുന്നു. 2022 അവിടെ ഉണ്ടായിട്ടുള്ള ചില കലാപങ്ങൾ ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലുമൊക്കെ മുൻപന്തിയിൽ ഈ പ്രക്ഷോഭ രംഗത്ത് ഉണ്ടായിരുന്ന ഒരു വിഭാഗക്കാർ കൂടിയാണ് ഈ കുർദിഷ് വിഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ അവരെയൊക്കെ എങ്ങനെ അനുനയിപ്പിക്കാനാകുമെന്നുള്ള വലിയ വെല്ലുവിളി ഒരു ഘട്ടത്തിൽ നിലനിൽക്കുന്നുണ്ട്. അഭിലാഷ്. യെസ്, ഇറാൻ സങ്കീർണമായ സാഹചര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ഇറാൻ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയിയുടെ നിലപാടുകൾ ആണ് ഇനി നിർണായകമാകാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.